ഒരു ഇടവേളയ്ക്ക് ശേഷം രാജ്യത്ത് വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. ജൂൺ 3 വരെ 4026 പേരാണ് കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. ഈ വർഷം ഇതുവരെ 2700 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. അതേസമയം ഈ വർഷം ഇതുവരെ 32 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദേശീയ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ളത്. ജൂൺ 3 വരെ 1435 സജീവ രോഗികളാണ് കേരളത്തിലുള്ളത്. ഈ വർഷം ഇതുവരെ 8 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1ഉം 2ഉം വാക്സിനും ബൂസ്റ്റർ ഡോസും ഒക്കെ എടുത്തിട്ടും വീണ്ടും കോവിഡ് പിടിപെടുന്നത് ചെറിയ തോതിലെങ്കിലും ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. സമീപകാല സാമ്പിളുകളുടെ ജീനോ സീക്വൻസിംഗ് പരിശോധിക്കുമ്പോൾ പുതിയ കോവിഡ് വകഭേദങ്ങൾ ദൃശ്യമാകുന്നതായാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. 2022 രാജ്യമെങ്ങും കോവിഡ് 2ാം തരംഗത്തിന് കാരണമായ ഒമിക്രോണിന്റെ പുതിയ വകഭേദങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. LF.7, XFG, JN.1, NB.1.8.1 എന്നിങ്ങനെ ഉപവകഭേദങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ LF.7, NB.1.8.1 എന്നിവ ലോകാരോഗ്യ സംഘടനയുടെ നിരീക്ഷണത്തിലുള്ള വകഭേദങ്ങളാണ്. ഇവ ഇന്ത്യയിൽ മാത്രമല്ല, ചൈന ഉൾപ്പെടെ ഏഷ്യയുടെ പല ഭാഗങ്ങളിലും രോഗബാധ ഉയരാൻ കാരണമാകുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകൾക്ക് കാരണം JN.1 വകഭേദമാണ്. ലോകാരോഗ്യ സംഘടന പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം ഫെബ്രുവരി മുതൽ ആഗോളതലത്തിൽ കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് മാസം വരെയുള്ള കണക്കനുസരിച്ച് കോവിഡ് റിപ്പോർട്ട് ചെയ്ത 73ഓളം രാജ്യങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11%. ആഗോളതലത്തിൽ പകർച്ചവ്യാധി മൂലമുണ്ടായ ആരോഗ്യ നഷ്ടത്തെക്കുറിച്ചുള്ള സ്ഥിതിവിവര കണക്കുകൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്കുള്ള പുരോഗതിയെ തുടർച്ചയായ ഇടിവിന് കാരണമാകുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. 2020-21 കാലയളവിൽ കോവിഡ് 33.68 കോടി ജീവിത വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. മാത്രമല്ല 2019-നും 2021-നും ഇടയിൽ ആഗോളതലത്തിൽ മനുഷ്യരുടെ ആയുർദൈർഘ്യം 1.8 വർഷം കുറഞ്ഞുവെന്നും ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടിയിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പുറത്തുവന്ന കണക്കനുസരിച്ച് ആയുർദൈർഘ്യത്തിൽ സമീപകാലത്തുണ്ടാകുന്ന ഏറ്റവും വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. പുതിയ ഉപവകഭേദങ്ങൾ കണ്ടെത്തുകയും കോവിഡ് കേസുകൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിയിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ICMR നിരന്തരം സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നുമുണ്ട്. ഏതൊരു സാഹചര്യവും നേരിടാൻ പാകത്തിന് ആരോഗ്യമേഖല സജ്ജമാണെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സംശയം തോന്നിയാൽ ആവശ്യമായ പരിശോധന നടത്തി ചികിത്സ തേടണം. ആളുകളുമായി സമ്പർക്കം പുലർത്തരുത്. സ്വയം ചികിത്സ അരുതെന്നും സർക്കാരും ആരോഗ്യ പ്രവർത്തകരും നിർദ്ദേശിക്കുന്നു. കോവിഡ് കേസുകൾ വീണ്ടും ഉയർന്ന സാഹചര്യത്തിൽ പഴയ ലോക്ക്ഡൌൺ സ്ഥിതി ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് പലർക്കുമുള്ളത്. സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കാണാനാകാതെ, പൊതുപരിപാടികളിൽ പങ്കെടുക്കാനാകാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടി വന്ന സാഹചര്യമാണ് കോവിഡിനെ കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ. അന്ന് അനുഭവിച്ച രോഗാവസ്ഥയുടെ ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾ ഇപ്പോഴും പലരെയും വിട്ടൊഴിഞ്ഞിട്ടില്ല. എന്നാൽ ഭയമല്ല, ജാഗ്രതയാണ് പ്രധാനം. കോവിഡ് എന്നല്ല, ചെറിയ പനി പോലും പകരപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. അനാവശ്യ ഭീതിയും രോഗചിന്തയും മാനസികാരോഗ്യത്തെ കൂടി ബാധിക്കുമെന്നതിനാൽ നല്ല ആരോഗ്യശീലങ്ങൾ പാലിക്കാൻ ശ്രമിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. കോവിഡ് കാലത്ത് നാം ശീലിച്ച മാസ്കും സാമൂഹ്യ അകലവും ഉൾപ്പെടെ ജാഗ്രത ഇക്കാലത്തും തുടരണം. ആരോഗ്യവകുപ്പ് പുറത്തിറക്കുന്ന നിർദ്ദേശങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ പാലിക്കാൻ തയ്യാറാകണം. നമ്മുടെ ആരോഗ്യമല്ലേ നമുക്ക് വലുത്.